ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജും പിന്നെ ഞാൻ നിന്ന ഹോസ്റ്റലൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാനായിട്ട് പറ്റില്ല, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കോളേജിലേക്കുള്ള വഴിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ അധികം വഴിയൊന്നുമില്ല, ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് കോളേജും ഹോസ്റ്റലും വരിക. പിന്നെ ഒരു കയറ്റം കയറാനായിട്ടുണ്ട് കേട്ടോ, അത് കയറുമ്പോൾ തന്നെ നമ്മൾ ഔഷധയിൽ പോകും. അപ്പോൾ ആ വഴികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിലത്തെ കാര്യങ്ങളും പിന്നെ കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ശരിക്കും ആ വഴിയും പിന്നെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഭംഗിയായിരുന്നു എന്ന് പറയാൻ കുറച്ചധികം പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന ആ ഒരു ഇതാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നത് ആ കോളേജിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാടിനുള്ളിലൊക്കെ പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. ശരിക്കും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും അവിടുത്തെ അന്തരീക്ഷമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് കുറച്ച് നീങ്ങി വരുന്ന സ്ഥലമാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത്രയും തിരക്ക് നമുക്ക് തോന്നാത്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോളേജ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് സെൻറ്റർ, മലപ്പറമ്പ, കോഴിക്കോട്. അപ്പോൾ അവിടെ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട്. പിന്നെ ഒരു കൂട്ടിലായിട്ട് ഒരുപാട് ലവ് ബേർഡ്സിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ആമ്പൽപ്പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ കോളേജിനുള്ളിലായിട്ട് നമുക്കൊരു പ്ലേയിങ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. 5 ഏക്കറിൽ എന്തായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, മെഡിക്കൽ ഫീൽഡാണ് ഞാൻ എടുത്ത കോഴ്സ് എന്ന് വെച്ചാൽ DHI ആയിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സായിരുന്നു. അപ്പോൾ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ലൈഫാണ്. അവിടെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ LBS വഴിയാണ് നമുക്കവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവരൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ കേരളത്തിനുള്ളിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ഒരു LBS വഴിയാണ് കേട്ടോ കയറണേ. ഞാനിപ്പോൾ ഇത് പറയണതെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ മ്യൂസിക് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടെ കിട്ടിയത്, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അതുപോലെ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്ലൈ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് +2 കഴിയുമ്പോൾ ഈ ഒരു ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ബാച്ചിലുണ്ടായിരുന്ന മിക്കവരും ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരുന്നു, പിന്നെ കുറച്ച് പേര് +2 കഴിഞ്ഞിട്ട് വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോളേജ്. ഇത്രയും കാര്യങ്ങളെ ഞാൻ കോളേജിലത്തെ കാഴ്ചകൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ കാണുന്നതായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. അവിടെ കോളേജിനടുത്തായിട്ട് സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഹോസ്റ്റലുണ്ട്. മിക്കവരും ആ ഒരു ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. പക്ഷേ അവിടുത്തെ ഫുഡൊന്നും അത്ര നല്ലതായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേറ്റിന് അല്ലെങ്കിൽ ഫീസിനൊത്ത ഒരു അക്കോമഡേഷൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല എല്ലാവരുടെ അവസ്ഥ തന്നെയായിരുന്നു. അടുത്ത് വേറെ ഹോസ്റ്റലൊന്നും കിട്ടാത്തതുകൊണ്ട് അവിടെ വന്ന് ചേർന്നതാണ് കേട്ടോ. പിന്നെ എന്താ ഹോസ്റ്റലിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു രീതിയിൽ എന്തായാലും കിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി നല്ല ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 3 വഴി കൂടി നമുക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. ഒന്നൊരു ഷോർട്ട് കട്ടാണ് നേരെ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട്. പിന്നെ 2 മെയിൻ റോഡിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മെയിൻ റോഡിലേക്കാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അവിടെ നമുക്ക് അത്ര നല്ല ഫുഡൊന്നും അല്ല കിട്ടണേ. പിന്നെ വൈകിട്ട് ചായക്കൊപ്പം കൊടുക്കുന്നത് കറുമുറാന്ന് കടിച്ച് തിന്നാൻ പറ്റുന്ന ചിപ്സാണ് കേട്ടോ. അപ്പോൾ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് എനിക്കതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ രാവിലത്തെയും രാത്രിയത്തെയും ഫുഡാണെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അതും കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്കെന്ന് വെച്ചാൽ ചോറ് തരും, പക്ഷേ ഉച്ചക്കലത്തെ ചോറിൻ്റെ ഒപ്പമുള്ള കറി ഉണ്ടല്ലോ, അതും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് എടുക്കുന്ന ഫുഡ് ഞാൻ കഴിക്കുമായിരുന്നു. ബാക്കി സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പറ്റാത്തതായതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ നമ്മളിപ്പോൾ എന്തിനാണ് മെയിൻ റോഡിലേക്ക് പോകുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് കുറച്ച് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം കേക്ക് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ വാങ്ങണം കേട്ടോ. ഈ ഒരു വഴി നടക്കുകയെന്ന് പറയുന്നത് കുറച്ചധികം ദൂരം നടക്കണം, പിന്നെ കയറ്റവും ഇറക്കമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ അവശതയായി പോകും കേട്ടോ. പിന്നെ കോഴ്സിൻ്റെ ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ പലതരത്തിലുണ്ട്. അതിൽ തന്നെ DHI എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളേജ് ആയിരിക്കും. ബാക്കിയുള്ള ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരുമിച്ചൊരു കോളേജായിരിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ആകെ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 60ആണ്.
ഓരോ ബാച്ചിലും 30 പേര് വെച്ചിട്ട് 2 ബാച്ചാണുള്ളത്, അപ്പോൾ 60 പേര്. പിന്നെ കൊറോണ വന്നപ്പോൾ കുറച്ച് ലാഗ് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 97 പേരെന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ശരിക്കും 2 ബാച്ച് വരേണ്ടടുത്ത് ഇപ്പോൾ 3 ബാച്ചാണുള്ളത്. പിന്നെ നമുക്ക് കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സെൻറ്റർ, അടുത്തത് പാലക്കാടും പിന്നെ ഒന്ന് തിരുവനന്തപുരത്താണ് കേട്ടോ. പിന്നെ മറ്റ് കോഴ്സുകൾ പോലെ നമുക്കൊരു അടിച്ചുപൊളി ക്യാമ്പസ് ലൈഫല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് വരുന്നത്. പിന്നെ മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലാണ് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സും ടീച്ചേഴ്സും പിന്നെ സ്റ്റുഡൻസൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. +2 കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കോഴ്സിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും ഞാൻ എന്തിനാണ് ഡ്രോപ്പ് ചെയ്തതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ആ കോളേജിനടുത്തൊക്കെ കടകൾ കുറവാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നടന്നിട്ടാണ് മെയിൻ റോഡിലേക്ക് എത്തിയത്. അവിടെ തന്നെ കേക്ക് വാങ്ങാൻ നോക്കിയിട്ട് ഒരു കടയിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലം, എവിടെയാണ് ഷോപ്പ് ഉള്ളത് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടും അതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ നടന്ന് ആ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കടകളൊക്കെ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനം, അതായത് കേക്ക് ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് കിട്ടിയില്ല. ശരിക്കും ആ ആഴ്ച മുഴുവനും ഞാൻ കേക്കാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഈ മധുരത്തിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. ഇങ്ങനെ മധുരമുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ അന്ന് ശരിക്കും കേക്ക് കഴിച്ച് മടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ കേക്ക് അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് വരെ എത്തിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ 3 തരത്തിലുള്ള കേക്ക് വാങ്ങി, 3 ഫ്ലേവേഴ്സ്. അവിടെ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ ഞാൻ ഒരു മിക്ക ഫ്ലേവറിലുള്ള കേക്ക് ഐറ്റംസും പരീക്ഷിച്ച് നോക്കിയാണ്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ കേക്ക് വാങ്ങിയത്. പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് തന്ന ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. പിന്നെ അവർക്ക് കുറച്ച് ബുക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും DHI കോഴ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പഠിച്ചോ, നല്ല അടിപൊളി കോഴ്സ് തന്നെയാണ്. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യാം. മോശമായിട്ടുള്ളൊരു കോഴ്സ് ആയതുകൊണ്ടല്ല ഞാനിത് ഡ്രോപ്പ് ചെയ്തത്, എനിക്ക് പറ്റാത്തൊരു കോഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.